Okay, fine. Jujutsu Kaisen season number 3, episode number 12. Yes. എപ്പിസോഡ് നമ്പർ 11 അവസാനം യൂട്ട ഒക്കോട്സുവിന്റെ ഒരു ഒന്നൊന്നര എൻട്രിയോട് കൂടിയാണ് ആ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്തത്. എപ്പിസോഡ് 12 യൂട്ടയുടെ, അതായത് നമ്മുടെ ഒക്കോട്സു യൂട്ടയുടെ ആ ഒരു മൈൻഡ് വോയിസിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ അവന്റെ മൈൻഡിലൊരു ആശയം വരികയാണ്. നമുക്കൊരു റൂളും കൂടെ ആഡ് ചെയ്യണം. എന്തിന്? ആരൊക്കെയാണ് കോളനിയിൽ പ്രവേശിക്കാനും പാസേജ് ഇൻ ആൻഡ് ഔട്ട് അതിനെ ബേസ് ചെയ്ത്. കാരണം ഇവിടെ ധ്രുവെന്ന് പോലെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ധ്രുവിനെ പോലെയുള്ള ആൾക്കാരെ ഇൻഡിസ്ക്രിമിനേറ്റ്ലി ആൾക്കാരെ ഉപദ്രവിക്കുകയാണ് ഈ ഒരു ബാരിയറിൽ നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടി. എന്നിരുന്നാലും നമ്മുടെ ഫുഷിഗീറോ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പാസേജ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി കോളനീസ്. സോ ഫുഷിഗീറോ പറഞ്ഞ ഈ ഒരു പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 4 അഡീഷണൽ റൂൾസ് എങ്കിലും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതിനെ തുടർന്നിട്ട് ഒക്കോട്സിന്റെ മൈൻഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലാണ്. ഗോജോയുടെ മുഖം തെളിഞ്ഞു വരുന്നു. ഗോജോ സെൻസേ, ഏതായാലും താങ്കളെ ഞാൻ താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കില്ല് ചെയ്യാൻ ഒരിക്കലും ഒരു തവണയും കൂടെ അവസരം നൽകിയില്ല. ഞാനായിരിക്കും കെൻചാക്കോനെ കില്ല് ചെയ്യുന്നത്. 400 പോയിന്റ്സ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒബ്റ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് സീൻ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഒക്കോട്സു അവിടെയുള്ള നോർമൽ സിവിലിയൻസിനെ പ്രൊട്ടക്ട് ചെയ്യാണ്, ബാക്കിയുള്ള കേഴ്സുകളിൽ നിന്നും, പിന്നെ എല്ലാവരും കൊല്ലാൻ നടക്കുന്ന കുറേ അവന്മാരുണ്ടല്ലോ അവന്മാരിൽ നിന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ തുടർന്ന് ഒരു കോക്രോച്ച് അറ്റാക്കാണ് ഒക്കോട്സുവിനെ തേടി വരുന്നത്. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല, ഈ കോക്രോച്ചസ് ഒക്കെ റിയലാണ്. തുടർന്ന് ഒരു എപ്പിക് ഫൈറ്റ്. എന്നതാണേലും നമ്മുടെ ഒക്കോട്സു അവൻ്റെ വാള് വെച്ച് വെട്ടിയരിഞ്ഞ് വീഴ്ത്തിയിട്ട് കോഗനയുടെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കോഗനെ ഇത് പ്ലെയർ തന്നെയാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ കോഗനെ എന്ന് പറയുന്നു, അതെ അതൊരു പ്ലെയറാണ്, പേര് കുരോ ഋഷി. അപ്പോൾ ഒക്കോട്സു, ഓക്കെ, അപ്പോൾ ചില പ്ലേയേഴ്സ് കേഴ്സ്ഡ് സ്പിരിറ്റ് ആണല്ലേ. ഇവിടെ വെച്ചാണ് കട്ട് വരുന്നത് എപ്പിസോഡ് എന്ന് പറഞ്ഞ സെൻഡായി കോളനി. നെക്സ്റ്റ് സീൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കോക്രോച്ച് വേഴ്സസ് ഒക്കോട്സു ഫൈറ്റ് ആണ്. ഫൈറ്റിന്റെ ഇടയ്ക്ക് കോക്രോച്ചും ഒക്കോട്സും തമ്മിലുള്ള കുറച്ച് കോൺവോ ഒക്കെ ഉണ്ട്. അവർ തമ്മിൽ മനസ്സിലാക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്നിരുന്നാലും ഫൈറ്റ് തുടരുന്നു. ഫൈറ്റിന്റെ ഇടയ്ക്ക് ഒക്കോട്സുടെ മൈൻഡ് വോയിസ് പറയുന്നുണ്ട്, എനിക്ക് റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് ഉണ്ടെന്ന് ബാക്കി ആരും അറിയാനും പാടില്ല. അതേസമയം എനിക്ക് റീക്കാനെ യൂസ് ചെയ്യാൻ പറ്റില്ല. റീക്കാണെങ്കിൽ ബാക്കിയുള്ള പിള്ളേരെ അല്ലെങ്കിൽ സിവിലിയൻസിനെ പ്രൊട്ടക്ട് ചെയ്ത് സ്റ്റേഡിയത്തിൽ കാത്തു നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലും വഴി കണ്ടേ പറ്റുള്ളൂ. ഒക്കോട്സു വേഴ്സസ് കോക്രോച്ച് ആയ കുരോ ഋഷിയായിട്ടുള്ള ഫൈറ്റ് ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒക്കോട്സുവിന് അവൻ്റെ വാളിനാൽ തന്നെ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ക്രാച്ചസും നല്ല കട്ട്സും വരുന്നു. ബട്ട് എന്നിരുന്നാലും നമ്മുടെ ഒക്കോട്സു നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ട് ഇച്ചിരി പാടായിരുന്നു. അവസാനം അവൻ റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചു. അങ്ങനെ അവൻ അതിനെ വകവരുത്തി. അപ്പോഴാണെങ്കിൽ വേറൊരാൾ വന്നിട്ട്, അപ്പം നിനക്ക് റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. എന്തോ സംഭവം ഒന്നും മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ചറവറ അടി. ഒക്കോട്സു തന്നെ മൈൻഡിലൊന്ന് കണക്കൂട്ടി വരികയാണ്, ഇതാരാ ഇവളുടെ ടെക്നിക്ക് ഏതായാലും സ്പേസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാ. ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അവള് തന്നെ ഫ്രണ്ട് വന്ന് പറയാം, എനിക്ക് നമ്മുടെ സ്കൈ ഒക്കെ സർഫസ് പോലെ ആക്കാൻ പറ്റും. ഒക്കോട്സ്, ഇതെന്ത് കോപ്പ്, ഇവളെന്തിനാ ഇതൊക്കെ എന്നോട് പറയാനേ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ കുറേ കോൺവേ ഉണ്ട്. എന്തിനാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്, മാറ്റും ബ്ലാ 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 ബ്ലാ. അവള് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെൻ്റെ ഒരു സെക്കൻഡ് ലൈഫാണ്. സോ കള്ളിങ് ഗെയിം ഞാൻ എന്ത് കൊടുത്ത് നേടും. എന്നതാണേലും പറഞ്ഞവൻ്റെ ഇടയ്ക്ക് അവള് വന്നിട്ട്, നീ ഫുജിവാരയുടെ ഒരാളാണോ എന്നുള്ളത് ചോദിച്ചത് ഒറ്റ ഇടി. സോ അങ്ങനെ അവർ തമ്മിലൊരു കൊട്ടഞ്ഞ ഫൈറ്റ് അങ്ങ് നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഗ്രാനൈറ്റോ ബ്ലാസ്റ്റോ എന്ന് പറഞ്ഞ് ഇഷിഗോരി കുറേ ബ്ലാസ്റ്റും അങ്ങ് വിടുന്നു. ഒക്കോട്സു ആയ മോൻ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഇഷിഗോരി ആയിട്ട് അവൻ്റെ ഫ്രണ്ടിലെടുത്ത് ഫൈറ്റ് തുടങ്ങി. പിന്നെ ആസ് യൂഷ്വൽ 2-3 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവോ. അത് കഴിഞ്ഞ് ഇവരുടെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിലെ ഫൈറ്റ്. ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇഷിഗോറിയുടെ ആ ഒരു ബ്ലാസ്റ്റ് ഉണ്ടല്ലോ, അത് റീക്ക് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ പോലും കുറേ പേരെ കൊല്ലുന്ന ഒരവസ്ഥയിലെത്തും. അത്രയ്ക്ക് പവർഫുൾ ആണ് അദ്ദേഹം. പിന്നീട് അങ്ങോട്ട് ഒക്കോട്സു വേഴ്സസ് ഈ ഒരു പുള്ളിക്കാരൻ തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. എൻ്റെ മോനെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണോ, ഒന്നും പറയാനില്ല. ഡെഫിനറ്റ്ലി വാച്ച് ഔട്ട് ചെയ്യണം. ഈവൻ റൈവലായിട്ടുള്ള ഇഷിഗോരി വരെ പറയുകയാണ്, ഒക്കോട്സു യു ആർ ദ ബെസ്റ്റ് എന്ന അമ്മാതിരി ഫൈറ്റ്. ഇവരുടെ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നേരത്തെ വന്ന ആ പെണ്ണുണ്ടായിരുന്നല്ലോ, അവളും കൂടെ കയറി. പിന്നെ അങ്ങോട്ട് ആ പെണ്ണും ഇഷിഗോരിയും തമ്മിലായിരുന്നു ഫൈറ്റ്. ഈ ഒരു ടൈം ആയപ്പോഴേക്ക് ഒക്കോട്സിൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു വീക്ക് പോയിന്റ് വരെ എത്തി. കാരണം ഓൾറെഡി റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് ഉപയോഗിച്ചു. കേഴ്സ് എനർജി ഇപ്പോൾ ഏകദേശം തീരാറായിരിക്കുകയാണ്. വീക്കെന്ന് പറഞ്ഞാൽ വീക്ക്. അതിനെ തുടർന്ന് ഒക്കോട്സ് ആ മോതിരം അങ്ങോട്ട് ഇട്ടിട്ട്, റീക്ക എനിക്കെല്ലാം തരാനങ്ങ് പറയുന്നു. അപ്പോഴേക്കാണെങ്കിൽ അവിടെ കാണാൻ നിൽക്കുന്നവരെല്ലാം, എന്ത് ഇവൻ്റെ ഷിക്കിഗാമി കംപ്ലീറ്റ്ലി മാനിഫെസ്റ്റ് ആയോ, എന്താണ് ഇവിടെ നടക്കുന്നേ? അറിയാലോ, ആ മൂവിയിൽ പറയുന്ന പോലെ റീക്ക എന്ന് പറയുന്ന ഒരു കുന്നാണ്. എക്സ്റ്റേണലൈസേഷൻ ഓഫ് ഒക്കോട്സുസ് ടെക്നിക്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തൊട്ടാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ ആണ് ഷിക്കിഗാമിയുടെ. എൻ്റെ പവറും സപ്ലൈസും കിട്ടും.
ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 5 മിനിറ്റ്. അത്ര നേരം കണക്റ്റഡ് ആയിരിക്കും. തുടർന്ന് ഫൈറ്റ് ആരംഭിക്കുകയാണ്. സോ ഇവരുടെ ഫൈറ്റ് ഇങ്ങനെ കൊടുമ്പരി കൊണ്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു. ചാറാപറ. ഇപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ്. ആ കുറോർഷിയല്ലേ, പുള്ളിക്കാരൻ സ്റ്റിൽ ആയവായിരുന്നു, ആസ് വെൽ ആസ് എ കേഴ്സ്ഡ് സ്പിരിറ്റ് ആയിട്ട്. സോ ഇപ്പം നിലവിലും 3 vs 1 എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ. ബാക്കി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുകയാണ്. എന്ത്, ഹൗ, എങ്ങനെ കുറോർഷി എങ്ങനെയാണ് ഇപ്പോഴും അലൈവായിരിക്കുന്നത്? നോക്കി നിൽക്കുന്ന ടൈമിൽ നമ്മുടെ മറ്റവൻ ഗ്രാനൈറ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ എല്ലാവർക്കും നേരെ ആതങ്കം വിടുന്നു. ഫുള്ള് കോലാഹലം. ഏതാണേലും നമ്മുടെ ഇഷിഗോരിയുടെ ടെക്നിക്ക് വർക്ക് ആവുന്നുണ്ട്, സിമ്പിൾ അറ്റാക്ക് ആണേലും. സോ ഇപ്പോൾ ഫൈറ്റ് വരുന്നത് നമ്മുടെ ഇഷിഗോരി വേഴ്സസ് ഒക്കോട്സു. ഒക്കോട്സിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ റീക്കേ ഉണ്ടേ. സോ ഇപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കോട്സു അവൻ്റെ മാക്സിമം ഫൈനൽ ഔട്ട്പുട്ട് എടുത്ത് ബ്ലാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതും നമ്മുടെ എതിരെ നിൽക്കുന്ന ഇഷിഗോരിക്ക് മുമ്പ് തന്നെ ചെയ്യാം. സ്ലൈറ്റ്ലി ഒക്കോട്സുവിൻ്റെയാണ് പവർ കൂടുതലെന്ന് പറയാം മാക്സിമം ഔട്ട്പുട്ട് എടുത്താൽ. തുടർന്ന് അങ്ങോട്ട് ഒരു വിഷ്വൽ ട്രീറ്റിൻ്റെ അനദർ ഫൈറ്റ് മോനെ. അപ്പോഴേക്ക് ഒരു BGM കൊണ്ട് കയറി വന്നിട്ട് ഒരു എൻറ്റയർ പീക്ക് സാധനം നമുക്ക് കിട്ടും. ബട്ട് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഫൈറ്റിൻ്റെ ഇടയ്ക്ക് അവൻ കൊണ്ടുവന്ന ഒക്കോട്സുവിൻ്റെ ട്രം കാർഡ് എന്ന് പറയുന്നത് ഉറുവിൻ്റെ ടെക്നിക്കാണ്. ആ സ്പേസ് മാനിപ്പുലേഷനില്ലേ, അത് തന്നെ സർഫേസ് രീതിയിലാക്കുന്നത്. അപ്പോഴേക്കും മറ്റവൻ ഇഷിഗോരി ഇവൻ എങ്ങനെ ഇത് സംഭവം, ഇതിങ്ങനെ നടക്കേണ്ടതല്ലോ, എന്നതാ ഇവിടെ നടക്കുന്നത്, കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലേ, ആ ഒരു മൈൻഡിൽ അവനിരിക്കുന്നത്. ഓരോരുടെ ഐസ് ബ്രേക്കർ ടെക്നിക്കും നമ്മുടെ ഷിഗിഗാമി റീക്കയുടെ അതെല്ലാം കൂടെ കൂടിയ ഒരു ഫൈറ്റാണ് പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതും കൂടെ ആയപ്പോഴേക്ക് ആ 5 മിനിറ്റ് അങ്ങ് തീർന്നു. അതായത് ഒക്കോട്സുസ് കണക്ഷൻ റീക്കയുടെ പരിപാടി സെർവ് ആവുകയും ചെയ്തു. ഇപ്പോൾ റീക്ക ആയിട്ടുള്ള കണക്ഷൻ നമ്മുടെ തീർന്നെങ്കിലും അവനും മറ്റവനുമായിട്ടുള്ള ഫൈറ്റ് തീർന്നിട്ടില്ല. ആരാ, ഇഷിഗോരി ആയിട്ടുള്ള 2 പേരും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിലുള്ള ഫൈറ്റിൽ വീണ്ടും ഏർപ്പെടുന്നു. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൈനൽ ബ്ലോ ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാനൈറ്റ് ബ്ലാസ്റ്റ്, ആ സാധനം യൂറോയുടെ ടെക്നിക്ക് വെച്ചിട്ട് ഇവനിലേക്ക് തന്നെ തിരിച്ച് നമ്മുടെ ഒക്കോട്സു വിട്ടുകയാണ് ചെയ്തത്. മാൻ, ഒക്കോട്സു ഈസ് പീക്ക്. എന്നതാണേലും ആ ഫൈറ്റും അവിടെ എൻഡ് ചെയ്തു. കൂടുതലൊന്നും പറയണ്ടല്ലോ, കാര്യങ്ങൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. ഒക്കോട്സു ചോദിക്കുന്നുണ്ട്, അപ്പോൾ എങ്ങനെയാ ആ പോയിന്റ്സ് എനിക്കങ്ങ് തരികയല്ലേ? അപ്പോഴേക്ക് ഇഷിഗോരി, ഇപ്പം എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ റിയു ഇഷിഗോരിയുടെയും നമ്മുടെ ഊറോയുടെയും പോയിന്റ് ഒക്കോട്സുവിന് കിട്ടി. ഇപ്പം നമ്മുടെ ഒക്കോട്സുവിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 190 പോയിന്റാ. പിന്നീട് ഒരു നറേഷനാണ്, അതെ നീ ആ പോയിന്റ് എത്തുമെന്ന് എനിക്ക് ഉറപ്പാടാ. അതിൻ്റെ ഇടയ്ക്ക് കുറേ വിഷ്വൽസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോന്നോരോന്നായിട്ട് ഡീകോഡ് ചെയ്യാനുള്ളത് പോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഫുഷിഗോറോനെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഏഞ്ചലിനെ കാണിക്കുന്നുണ്ട്, ഗെറ്റനെ കാണിക്കുന്നുണ്ട്, അങ്ങനെ കുറേ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ റിയൂമൻ സുക്കുണാനെ അവരെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ യൂജി ഇറ്റഡോറിയും പിന്നെ ആ കൊമീഡിയനായിട്ടുള്ള ആരോളും കൂടെ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹവും അവനും കൂടെ ഓടുന്നതായിട്ട് കാണിക്കുന്നു. ഈ ഒരു സീനും കൂടെ കഴിയുമ്പോഴേക്ക് ടു ബി കണ്ടിന്യൂഡ് എന്നാണ് പറയുന്നത്. അതായത് ഇനി കിടക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് ജുജുത്സു കൈസൻ സീസൺ നമ്പർ 3 എപ്പിസോഡ് നമ്പർ 12 അവസാനിക്കുന്നത്. നമുക്കറിയാം ഇതൊരു ഹെവി പാക്ഡ് ആയിട്ടുള്ള ഒരു, കൂടുതൽ പറയുന്ന ഡയലോഗ് എപ്പിസോഡ്സ് അല്ല, കൂടുതലൊരു ഫൈറ്റിംഗ് എപ്പിസോഡ്, മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ഒക്കോട്സു യൂട്ട. ഇനിയാണ് അങ്ങോട്ട് ഫയർ ആവാൻ പോകുന്നത്. സെൻഡായി കോളനി എന്ന് പറയുന്ന ഈ ഒരു എൻറ്റയർ എപ്പിസോഡിന് വേണ്ടി മാത്രം ഈവനൊരു ട്രെയിലർ പോലും നമ്മൾ ക്രഞ്ചിറോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്തിരുന്നത് ഒട്ടും ഫലവത്താകാതിരുന്നു പോയില്ല. ഐ ലിറ്ററലി ലവ് ദ എപ്പിസോഡ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അടുത്ത JJK വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റ, നെക്സ്റ്റ് വീഡിയോ ടാറ്റ ഗൈസ്.